ഹലോ ക്യൂട്ടീസ്, നിങ്ങൾ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ പിരികം കണ്ടിട്ടില്ലേ? നല്ല ഷാർപ്പ് ആൻഡ് വെൽ ഡിഫൈൻഡ് ആയിരിക്കും. അതുപോലെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. എൻ്റെ പിരികം കണ്ടില്ലേ? ആകെ 4, 3, 7 രോമമാണ് ഇതിനകത്തുള്ളത്. ഇനി നമുക്കിത് ഇങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. 3 സിമ്പിൾ സ്റ്റെപ്സിൽ നമുക്ക് വരയ്ക്കാം. സ്റ്റെപ്പ് നമ്പർ 1, ഡ്രോയിങ് എ ബോർഡർ ലൈൻ. അത് നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ പിരികം റബ്ബ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഐബ്രോ പെൻസിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് ആദ്യം ബോർഡർ ലൈൻ എന്ന് പറയുമ്പം താഴോട്ട് വരച്ചു കൊടുക്കാം. ഫ്രണ്ട് പോർഷൻ വരുമ്പോൾ നമുക്ക് കുറച്ച് ലൈറ്റാക്കി വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് മുകളിലത്തെ ഐബ്രോസിൽ നമുക്കിങ്ങനെ ബോർഡർ ലൈൻ വരച്ചു കൊടുക്കാം. അടുത്തത് നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 2, നമ്മുടെ ഐബ്രോസിൻ്റെ എൻഡ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഗ്യാപ്പ് എല്ലാം നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ ഇത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഐ ഷാഡോ പാലറ്റിനകത്ത് നമ്മളെ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഉണ്ടല്ലോ, അതുകൊണ്ട് വേണേലും നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. എൻ്റെ ഐബ്രോസ് നല്ല തിന്നായതുകൊണ്ടാണ് ഞാൻ പെൻസിൽ യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ തിക്കായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാർക്ക് ബ്രൗൺ കളർ ഐ ഷാഡോ പാലറ്റും യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 3, നമുക്ക് ഐബ്രോസിൻ്റെ ഫ്രണ്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്താലോ? നമ്മുടെ ഐബ്രോസിൻ്റെ ഫ്രണ്ട് എപ്പോഴും ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. കാര്യം ഇവിടെ ഒരു നാച്ചുറൽ ലുക്ക് വന്നാലേ ഫുൾ നമ്മൾ ഐബ്രോസിനൊരു നാച്ചുറൽ ലുക്ക് വരുത്തുള്ളൂ. നമ്മൾ ലൈറ്റായിട്ടൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. ഉണ്ടോ? വരച്ചിട്ടുണ്ടെന്ന് പോലും ഫീൽ ചെയ്യാത്ത രീതിയിലൊന്ന് വരച്ചു കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, രണ്ടിലും കറക്റ്റ് ലെങ്തിലായിരിക്കണം നമ്മൾ വരയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ താഴെ വരച്ചേക്കുന്ന ബോർഡർ ലൈൻ ഉണ്ടല്ലോ, അതൊന്ന് നമ്മൾ റബ്ബ് ചെയ്ത് മുകളിലോട്ടാക്കി കൊടുക്കണം. കണ്ടില്ലേ? ഇങ്ങനെ ആക്കുമ്പം ഇവിടെ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. നമ്മൾ റബ്ബ് ചെയ്ത് വരയ്ക്കുമ്പോൾ നമ്മളെ പിരിവത്തിന് എപ്പോഴും ഒരു നാച്ചുറൽ ലുക്കാണ് കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യാം നമുക്ക്. എന്നിട്ട് നമുക്കത് റബ്ബ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓവറോളായിട്ടൊന്ന് ഓടിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. പടം വരച്ചൊരു ഫീല് നമ്മളെ പിരിവത്തിന് വരരുത്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.